ഐഡിയലിസം അഥവാ ആദർശവാദം. ഐഡിയലിസം ആദർശങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തത്വശാസ്ത്രം. ഭൗതിക വസ്തുക്കൾക്ക് ഒട്ടും പ്രാധാന്യം നൽകാതെ ആത്മീയ കാര്യങ്ങൾക്ക് ഒരുപാട് ഊന്നൽ നൽകുന്ന ഒന്നാണിത്. മനുഷ്യൻ്റെ മനസ്സിലെ പ്രവർത്തനങ്ങൾക്കാണ് ഇതിലെ കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. ഐഡിയലിസം പറയുന്നത് ഐഡിയാസ് ആർ ദ ഓൺലി ട്രൂ റിയാലിറ്റി. ഐഡിയലിസം കൺസിഡർ ചെയ്യുന്നത് ഐഡിയാസിനെയാണ്, ഐഡിയകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകൾ, ഐഡിയകൾ, അതിനാണ് ഒരുപാട് പ്രാധാന്യം നൽകുന്നത്. അല്ലാതെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഐഡിയലിസം കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നില്ല. ഫാദർ ഓഫ് ഐഡിയലിസം ആയി കണക്കാക്കുന്നത് പ്ലേറ്റോ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ഐഡിയലിസ്റ്റിക് സ്കൂൾസിലെ ഇമ്പോർട്ടൻറ്റ് ഫിലോസഫേഴ്സ് പ്ലാറ്റോ, ഹീഗൽ, കാൻ, പെറ്റലോസി, ഫ്രോബൽ, ശ്രീ ശങ്കരാചാര്യ, വിവേകാനന്ദ, അരബിന്ദോ എന്നിവരാണ്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഐഡിയലിസം. അല്ല, ഫസ്റ്റ് വൺ, അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് സ്പിരിച്വൽ, നോട്ട് മെറ്റീരിയൽ. ഐഡിയലിസം പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്, ആത്മീയത. അല്ലാതെ മറ്റ് ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അവർ പ്രാധാന്യം ഒട്ടും നൽകുന്നില്ല. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡിയാസ് ആർ ദ സോഴ്സ് ഓഫ് റിയാലിറ്റി. ഈ റിയാലിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളാണ്, മനുഷ്യൻ്റെ ഐഡിയാസ് ആണ്. Then third one, mind or spirit is more important than matter or body. മനുഷ്യൻ്റെ മനസ്സ്, അതുപോലെ ചിന്ത, ആത്മീയത, ആത്മാവ്, ഇതിനൊക്കെയാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഒരു കാര്യത്തിനും, ബാക്കിയുള്ള ഒരു ഭൗതിക വസ്തുക്കൾക്കും ഭൗതിക കാര്യങ്ങൾക്കും ഐഡിയലിസം ഒരുപാട് എന്നല്ല ഒട്ടും പ്രാധാന്യം നൽകുന്നില്ല. റിയാലിറ്റി ഈസ് സിംപ്ലി ദ പ്രൊഡക്റ്റ് ഓഫ് മൈൻഡ്. ഒരു മനസ്സിൻ്റെ, ഒരു മൈൻഡിൻ്റെ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഫലനമാണ് എന്ത് പറയണത്, റിയാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മാൻ ഈസ് ദ സുപ്പീരിയർ ക്രിയേഷൻ ഓഫ് ഗോഡ്. ഐഡിയലിസം പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നാണ്. ഏറ്റവും നോബലസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷനായിട്ടാണ് മനുഷ്യനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ബിലീവ്സ് ഇൻ എക്സിസ്റ്റൻസ് ഓഫ് എറ്റേണൽ വാല്യൂസ്. ഒരുപാട് മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഐഡിയലിസം. ട്രൂത്ത്, ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഐഡിയലിസം നൽകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഐഡിയലിസം ആൻഡ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് എന്താണ് ഇതിന് ബന്ധം? ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്വയം അറിയുക, സെൽഫ്, നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണ്, നമ്മളെന്താണ്, അത് തിരിച്ചറിയുക എന്നതാണ് ഐഡിയലിസത്തിൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സെൽഫ് റിയലൈസേഷൻ. നെക്സ്റ്റ് പോയിന്റ്, ടു എൻഷുർ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയുടെയും ആത്മീയമായിട്ടുള്ള ഡെവലപ്മെൻ്റാണ് ഈ ഒരു എയിം ഓഫ്, ഈ ഒരു ഐഡിയലിസത്തിൻ്റെ സെക്കൻഡ് ഒരു എയിമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. Then next one, to cultivate moral values and universal mind. അതായത് മോറൽ വാല്യൂസ്, മൂല്യങ്ങൾ കുട്ടികളിൽ, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിലേക്ക് കൊണ്ടുവരിക, അവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സൽ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ, അവിടെ ഒന്ന് വലുത് ചെറുത് നിറം, അല്ലെങ്കിൽ ഒന്നിൻ്റെ കാര്യത്തിലും ഒരു വിവേചനമില്ലാത്ത ഒരു യൂണിവേഴ്സൽ മൈൻഡാണ് ഐഡിയലിസം ക്രിയേറ്റ് ചെയ്യുന്നത്.
അടുത്തത് ഐഡിയലിസം ആൻഡ് കരിക്കുലം. കരിക്കുലം എങ്ങനെയായിരിക്കണം? സ്പിരിച്വൽ നേച്ചർ ഓഫ് മെൻ, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ആയിരിക്കണം ഐഡിയലിസത്തിൽ ഫോളോ ചെയ്യേണ്ടത്. The curriculum is based upon the spiritual nature of man. Then it is attached great importance to humanity, culture, art, philosophy, literature and religion. ഇത് ഒരുപാട് റിലേറ്റഡ് ആണ് എന്തുമായിട്ട്? ലിറ്ററേച്ചർ ആയിട്ടും ഫിലോസഫി ആയിട്ടും ആർട്ടായിട്ടും കൾച്ചറായിട്ടും ഹ്യൂമാനിറ്റി ആയിട്ടും റിലീജിയനായിട്ടും ഇതുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് റിയലിസം എന്ന് പറയുന്ന ഒന്ന്. ദെൻ കരിക്കുലം ഷുഡ് കണ്ടെയ്ൻ സച്ച് സബ്ജക്ട്സ് വിച്ച് വിൽ ബ്രിങ് അബൌട്ട് ഇന്റലക്ച്വൽ എസ്തെറ്റിക് ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ഓഫ് മാൻ. ഈ കരിക്കുലം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഒരു വ്യക്തിയുടെ മോറലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും എസ്തെറ്റിക്കുമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനാണ്. ഇതാണ് ഇതിൻ്റെ കൂടുതലും കരിക്കുലത്തിൽ പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ഐഡിയലിസം ആൻഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഒരുപാട് ഫിലോസഫേഴ്സ് ഒരുപാട് മെത്തേഡ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സോക്രട്ടീസ് പറയാണ്, സോക്രട്ടീസ് യൂസ് ചെയ്തത് ഒരു ഡയലക്റ്റിക് മെത്തേഡാണ്. ഡയലക്റ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതെന്താ, കുറച്ച് ഐഡിയയുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐഡിയയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ദെൻ പ്ലാറ്റോ എംഫസൈസ്ഡ് കോൺവെർസേഷൻ ഓർ ഡിസ്കോഴ്സ് മെത്തേഡ്. ഇതും ഒരു ടൈപ്പ് ഡയലക്റ്റിക് പോലെ തന്നെ കോൺവെർസേഷൻ മോഡലാണ്. ഒരു കോൺവെർസേഷനിൽ എന്താണ്, രണ്ട് പേര് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടോ അതിലധികം പേര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തുകയാണ്. അവിടെ എന്താണ്, നമ്മുടെ ബ്രെയിൻ ഐഡിയാസിനും ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് മൈൻഡിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒന്ന് തന്നെയാണ് ഈ ഡിസ്കോഴ്സ് മെത്തേഡ്. Then Aristotle advocated inductive deductive method. Then Froebel insisted play-way method, കളിരീതിയിലൂടെയുള്ള പഠനം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ്, ഡിസ്കഷൻ, ലെക്ചർ, ഇമിറ്റേഷൻ, ഇതുപോലുള്ള മെത്തേഡ്സ് എല്ലാം നമ്മൾ ഈ ഐഡിയലിസത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദെൻ ഐഡിയലിസം ആൻഡ് ദ ടീച്ചർ. ഐഡിയലിസത്തിലെ ടീച്ചർ എങ്ങനെയായിരിക്കണം? ഐഡിയലിസത്തിൽ ഒരു സ്ട്രിക്റ്റ് ഡിസൈപ്പിളാണ്. ഇത് കൂടുതലും എഡ്യൂക്കേഷൻ ഷുഡ് ബി ടീച്ചർ സെൻറ്റേർഡ്. അധ്യാപകന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഐഡിയലിസം. അതായത് ഐഡിയലിസം പറയുന്നത് ഒരു ഗുഡ് ടീച്ചർ ആയിരിക്കണം, ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഒരു നല്ല ഹാബിറ്റ് ഉള്ള ടീച്ചർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഒരു നല്ല ഹാബിറ്റിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ, അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അതിനെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായിരിക്കണം, ഒരു ടീച്ചർ പെർഫെക്റ്റ് ആയിരിക്കണം. ഇറ്റ് കൺസിഡർ ടീച്ചർ ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ. Idealism considers teacher as a spiritual guide who carries the child from darkness to light. ഒരു കുട്ടിയെ ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരാളായിരിക്കണം ഒരു അധ്യാപിക എന്നാണ് ഐഡിയലിസം പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കാം. ഐഡിയലിസം ബിലീവ്സ് ഇൻ എറ്റേണൽ വാല്യൂസ്. മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നു. ഐഡിയലിസം എംഫസൈസസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് മോറൽ ക്യാരക്ടർ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്കും അതുപോലെ തന്നെ മോറൽ ക്യാരക്ടറിനുമാണ് ഇത് ഒരുപാട് ഊന്നൽ നൽകുന്നത്. ഐഡിയലിസം എൻവിസേജസ് സെൽഫ് ഡിസിപ്ലിൻ ത്രൂ സെൽഫ് നോളേജ്. സെൽഫ് ഡിസിപ്ലിനാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ദെൻ ലിമിറ്റേഷൻ ഓഫ് ഐഡിയലിസം. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഐഡിയലിസത്തിലൂടെ പഠിക്കാൻ പറ്റും, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എന്നാൽ കുറച്ച് ലിമിറ്റേഷൻ ഈ ഒരു മെത്തേഡിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ഇറ്റ് അവോയ്ഡ്സ് ഡേ ടു ഡേ പ്രോബ്ലംസ്. ഡേ ടു ഡേ ആയിട്ടുള്ള ഒറ്റ പ്രോബ്ലംസ് നമ്മൾ
ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. മോർ ഇമ്പോർട്ടൻസ് ടു ടീച്ചേഴ്സ്, ടീച്ചേഴ്സിനാണ് ഒരുപാട് പ്രാധാന്യം നൽകുന്നത്. കുട്ടിക്ക് പ്രാധാന്യം നൽകുന്നില്ല, കുട്ടിക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓവർ എംഫസൈസസ് ഓൺ സ്പിരിച്വൽ ആസ്പെക്ട്സ്, നെഗ്ലക്ട് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ആത്മീയമായ വശങ്ങൾക്കാണ് ഒരുപാട് പ്രാധാന്യം നൽകിയത്, ജീവിതത്തിൻ്റെ മറ്റ് പല തലങ്ങൾക്കും ഒട്ടും പ്രാധാന്യം നൽകുന്നില്ല. ഇറ്റ് ഇഗ്നോർസ് സൈക്കോളജിക്കൽ നേച്ചർ ഓഫ് ദ ചൈൽഡ്. അതായത് ഒരു കുട്ടിയുടെ സൈക്കോളജിക്കലായിട്ടുള്ള മാനസികമായ ഒരു വശത്തിനും ഇതൊട്ടും പ്രാധാന്യം നൽകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയലിസം എന്താണെന്ന് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.